രാധേ രാധേ. ധ്യാനം കൊണ്ട് രോഗം മാറുമോ? ഓർമ്മിക്കുക, ധ്യാനത്തിൽ അഗ്രഗണ്യനാണ് ശ്രീരാമകൃഷ്ണ പരമഹംസര്. എവിടെയെങ്കിലും ചെന്നിരുന്നാൽ ആ ഇരിക്കുന്ന ഇരുത്തയിൽ തന്നെ ധ്യാനത്തിലേക്ക് ആണ്ടുപോകുന്ന ആളാണ് ആരെന്ന് പറയുന്നത് ശ്രീരാമകൃഷ്ണ പരമഹംസര്. അപ്പൊ അത്രയ്ക്കും ധ്യാനത്തിൽ ജീവിതം മുഴുവൻ മുഴുകി ജീവിച്ച മനുഷ്യന് ഒടുവിൽ രാമകൃഷ്ണ പരമഹംസർ ക്യാൻസർ വന്നാണ് മരിച്ചത്. അതേ കണക്കാണ് രമണ മഹർഷി. രമണ മഹർഷിയോടവും ശ്രീരാമകൃഷ്ണ പരമഹംസരോടവും ധ്യാനത്തിന്റെ ഉന്നതിയിലെത്തിയ ആരും ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്നുള്ളതൊരു സത്യമാണ്. ആ രമണ മഹർഷി ക്യാൻസർ വന്നാണ് മരിച്ചത്. ധ്യാനത്തിന്റെ മറുതല കണ്ട മറ്റൊരു മനുഷ്യനാണ് കൃഷ്ണമൂർത്തി. മരിക്കുന്നത് വരെ അദ്ദേഹത്തിന് അതികഠിനമായ തലവേദനയായിരുന്നു. ഓർമ്മിക്കുക, ധ്യാനിക്കുന്നത് കൊണ്ട് രോഗങ്ങൾ മാറും എന്ന് പറയുന്നത് കള്ളത്തരമാണ്. അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ വീണു പോകരുത്. ധ്യാനം മനസ്സെന്നതിനെ ഇല്ലാതാക്കാനാണ്, അതായത് ചിന്തകളെ ഇല്ലാതാക്കാനാണ് ധ്യാനം. ശരീരത്തിന് വേണ്ടി യോഗ, മനസ്സിന് വേണ്ടി ധ്യാനം.